റഷ്യയുടെയും അമേരിക്കയുടെയും ഇടയിൽ ഇതുപോലൊരു വഴിത്തിരിവ് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചിട്ടില്ല. ഇത് ശരിക്കും പുട്ടിൻ്റെ കളിയാണോ അതോ ട്രംപിൻ്റെ പവറാണോ എന്ന് നമ്മൾ തന്നെ വിലയിരുത്തേണ്ടതുണ്ട്. സത്യത്തിൽ അമേരിക്ക ഉക്രൈൻ്റെ കൂടെ തന്നെയാണോ എന്ന് സംശയമുണ്ട്. പുട്ടിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. അമേരിക്ക യൂറോപ്യൻ യൂണിയനെ ചവിട്ടിത്താഴ്ത്താനുള്ള ചെറിയ കളികൾ അണിയറയിൽ നടത്തുന്നുണ്ട് എന്നാണ് പല സാങ്കേതിക വിദഗ്ധരും പറയുന്നത്. കാരണം ഇപ്പോൾ അമേരിക്കയല്ല, ട്രംപ് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ട്രംപ് കളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം താല്പര്യപ്രകാരമാണ്. പക്ക ഒരു ബിസിനസ്മാൻ. എന്താണെന്ന് വെച്ചാൽ യൂറോപ്പിന് 25% താരിഫ് ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ ട്രംപ്. എന്താകുമോ ആവോ, ഇയാൾക്ക് പ്രാന്താണോ എന്ന് പലരും സംശയിക്കുന്നുണ്ടോ. എല്ലാ രാജ്യങ്ങൾക്കും താരിഫ്, എന്താ ചെയ്യുക, അതവിടെ നിൽക്കട്ടെ. നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പുട്ടിൻ്റെ കളി എന്താണെന്ന് നോക്കാം. ഉക്രൈൻ്റെ സ്ഥലമായിരുന്ന ഡോൺബാസ് ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണല്ലോ. റഷ്യ അത് പിടിച്ചടക്കിയല്ലോ. അപ്പോൾ പുടിൻ ട്രംപിന് ഒരു ഓഫർ കൊടുത്തിരിക്കുകയാണ്. അമേരിക്കയും റഷ്യയും കൂടി ചേർന്ന് ഡോൺബാസിൽ R&D, അതായത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നടത്താം. അമേരിക്കയും റഷ്യയും ജോയിൻ്റായി മിനറൽ മൈനിങ് നടത്താം എന്നുള്ള ഓഫർ ട്രംപിന് കൊടുക്കുമ്പോൾ റഷ്യ എന്താണ് അവിടെ സ്ഥാപിക്കുന്നത്? ആ സ്ഥലം റഷ്യയുടേത് ആണെന്നല്ലേ. എന്നാൽ അത് റഷ്യയുടെ സ്ഥലമാക്കി ഉറപ്പിക്കാൻ വേണ്ടി പുട്ടിൻ്റെ പ്ലാൻ B ആണോ ഇത്? പറയാൻ പറ്റില്ല, ചിലപ്പോൾ അത് പ്ലാൻ B ആവും. ഇനി അമേരിക്കയും റഷ്യയും ഒന്നിക്കുമോ? അപ്പോൾ ഇന്ത്യക്ക് എന്ത് പറ്റും? നിങ്ങൾ റഷ്യയുടെ കൂടെ ആണെങ്കിൽ ലൈക്ക് അടിക്കൂ, അമേരിക്കയുടെ കൂടെ ആണെങ്കിൽ കമൻറ്റ്. എന്നാൽ പ്ലീസ് സബ്സ്ക്രൈബും മറക്കല്ലേ.